കർണാടകയിൽ ബി.ജെ.പിയുടെ എല്ലാമായിരുന്നു സദാനന്ദ ഗൗഡ. കർണാടകയിൽ ബി.ജെ.പിയുടെ തേര് തെളിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി കൂടിയാണ് സദാനന്ദ ഗൗഡ. ബി.ജെ.പിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ സദാനന്ദ ഗൗഡ ബി.ജെ.പി വിട്ട് ഡി.കെ. ശിവകുമാറിനെ ആലിംഗനം ചെയ്തിരിക്കുന്നു. ഡി.കെ. ശിവകുമാർ സർക്കാരിനെ അല്ലെങ്കിൽ സിദ്ധരാമയ്യ സർക്കാരിനെ ആലിംഗനം ചെയ്തിരിക്കുന്നു. വിട്ടിരിക്കുന്നു സദാനന്ദ ഗൗഡ ബി.ജെ.പി എന്ന രാഷ്ട്രീയ മാലിന്യത്തെ, ബി.ജെ.പി എന്ന മത ന്യൂനപക്ഷത്തെ നിരന്തരം ആക്രമിക്കുന്ന ക്ഷുദ്ര ജീവിയെ. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വരുന്ന ലോക്സഭാ ഇലക്ഷൻ അത്ര ശുഭകരമായിരിക്കില്ല കർണാടകയിൽ ബി.ജെ.പിക്ക്. അല്ലെങ്കിലും ശുഭകരമായിരിക്കില്ല. ഹിജാബ് നിരോധനമടക്കമുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ബി.ജെ.പി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ കർണാടകത്തിൽ കൊണ്ടുവന്നു. ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് ഡി.കെയും സിദ്ധരാമയ്യയും പരമേശ്വരയും ഒക്കെയാണ്. അവിടെ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കോട്ടയിൽ കയറി കളിക്കാൻ പറ്റില്ല. അതിനിടയിലാണ് സദാനന്ദ ഗൗഡ ബി.ജെ.പിയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചത്. സദാനന്ദ ഗൗഡ ബി.ജെ.പിയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചതോടുകൂടി കർണാടകയിൽ ബി.ജെ.പിയുടെ അവസാനത്തെ ആണിക്കല്ലും തെറിച്ചു വീണു. ഇനി സദാനന്ദ ഗൗഡയുടെ നാളുകളാണ് കോൺഗ്രസിൽ. സദാനന്ദ ഗൗഡയ്ക്ക് വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. സദാനന്ദ ഗൗഡ കർണാടകയിലെ പ്രമുഖനായ നേതാവാണ്. ഗൗഡ സമുദായത്തിൽപ്പെട്ട നേതാവാണ്. ദേവഗൗഡയെ പോലെ ഷണ്ടനല്ല, അവിടെയും നിൽക്കും ഇവിടെ നിൽക്കും, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനൊരു തീരുമാനമുണ്ട്. അദ്ദേഹം തീരുമാനമെടുത്തു, ഇനി എനിക്ക് ബി.ജെ.പി വേണ്ടെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഒരാളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കരുത്തനായ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇവിടെ കർണാടകയിൽ ബി.ജെ.പിക്ക് അടിപതറിയത്. കർണാടകയിൽ സദാനന്ദ ഗൗഡയ്ക്കുള്ള സ്വാധീനം വലിയതാണ്, വലിയ സ്വാധീനമാണ്. അത് പൊളിറ്റിക്സ് കേരള പറയുമ്പോൾ പ്രേക്ഷകരൊന്ന് അന്വേഷിച്ച് നോക്കുക, സദാനന്ദ ഗൗഡ കർണാടകയിൽ ആരാണെന്ന്. സദാനന്ദ ഗൗഡ പോയതോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുയായികളും ബി.ജെ.പി വിടുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും ബി.ജെ.പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുകയാണ്. സദാനന്ദ ഗൗഡ ഒരു ശക്തിയായിരുന്നു കർണാടകയിലെ ബി.ജെ.പിയുടെ. കുറേ കാലമായി സദാനന്ദ ഗൗഡയെ ഒതുക്കാൻ വേണ്ടി ബി.ജെ.പി കർണാടക നേതാക്കൾ ശ്രമിക്കുന്നു. അത് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. നിമിഷങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുന്നത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ. മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിൽ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുന്നതൊക്കെ പതുക്കെയാണ്. പക്ഷേ ഇത് ഞൊടിയിടയിൽ എല്ലാം സംഭവിക്കുന്നു. പ്രത്യേകിച്ചും കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. ഒരു കാലത്ത് കർണാടകയിൽ എല്ലാമായിരുന്നു ബി.ജെ.പി, എല്ലാമായിരുന്നു പാവം സദാനന്ദ ഗൗഡ. ഗൗഡ കോൺഗ്രസ്സിലേക്ക്, ഗൗഡയുടെ അനുയായികളും കോൺഗ്രസ്സിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തിരി വേർക്കും കർണാടകയിൽ മോദിക്ക്.